രാമ 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 പാലിമ രാമപാദം ചേരൻ. നീ എന്തോ പണിയാടാ കാണിച്ചത്? തിരുമുമ്പിലാണോ ചെരുപ്പ് കൊണ്ടിടുന്നത്? അത് മാത്രമല്ല, മുണ്ട് മടക്കി കുത്തിയാണ് വിളക്കിന്റെ മുന്നിൽ കൂടെ നടക്കുന്നത്. എനിക്ക് അവിടെ വന്നപ്പോഴാണ് മുണ്ടെടുക്കാൻ തോന്നിയത്. അത് മുണ്ടെടുത്തു. ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യണം? മുണ്ട് അഴിച്ചിട്ട് വേണം നടക്കാന്. ഒരു ബഹുമാനം വേണം. ഇട്ടു മതിയോ? ഓ, ഇങ്ങനൊരു അസത്ത് ചെറുക്കൻ. ഇവന്റെ നിരീശ്വരവാദം കാരണം മിക്കവാറും കുടുംബം മൂടി. രാമ 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 രാമ. കുറെ വിശ്വാസികളെ കൊണ്ട് തോറ്റ്. ഇന്നും ഗ്രൗണ്ടിലടി വരുന്ന എന്തേ ചേട്ടന്റെ കയ്യിലൂടെ പോയി? ഞാനിങ്ങോട്ട് കയറി വന്നപ്പോൾ എൻ്റെ പുന്നാര അമ്മച്ചി പറയാന്നേ, വിളക്കിന്റെ മുന്നിൽ മുണ്ട് കുത്തി കൊടുത്ത് നടക്കരുത്, ബഹുമാനം കഴിക്കണം, അഴിച്ചിടണമെന്ന്. വിളക്കിന്റെ മുന്നോട്ട് മുണ്ടം കഴിച്ചിട്ട് വിളക്കിന്റെ മുന്നിലോ? ആ പിന്നെ എന്തുവാ ചേട്ടായി കാണിക്കുന്നേ? എന്താടി ഭക്തിയൊക്കെ വേണ്ടേ? പ്രാർത്ഥിക്കുന്ന സമയല്ലേ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഭക്തി എന്നോട് സംസാരിക്കരുതെന്ന്. കല്യാണം കഴിച്ച് ഇവിടെ വന്ന എൻ്റെ അച്ഛനും അമ്മയും അനിയന്റെയും കൂടെ നീയും ചേർന്ന് ഭക്തിക്കാരിയായി ഇല്ലേ? അവര് പറയുന്നതിലും കാര്യമുണ്ട്. എന്തോ കാര്യം? നമുക്ക് കൊച്ചില്ലാത്തത് ചേട്ടന്റെ ഈശ്വരൻ നിന്ന് കാരണോ? കൊച്ചില്ലാത്ത ഈശ്വരൻ നിന്നുകൊണ്ടാണോ? ആ എടി, ഞാൻ നിന്നോട് എത്ര വട്ടം പറയും നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോവാന്ന്. നമുക്ക് മരുന്നൊന്നും കുത്തിവെച്ചിട്ടുള്ള കുഞ്ഞു വേണ്ട കേട്ടോ. നമുക്ക് പ്രാർത്ഥിച്ചുണ്ടാവുന്ന കുഞ്ഞു മതി. മോളെ, പ്രാർത്ഥിച്ച കൊച്ചുണ്ടാവുന്ന ആരാ പറഞ്ഞേ? നീ ഇവിടുന്ന് വന്നേ. എന്താടി വ്രതത്തിലേ ചേട്ടാ? എന്താ വ്രതം? 10 ദിവസത്തേക്ക് കൊച്ചുണ്ടാവാൻ വേണ്ടിട്ടൊരു വ്രതം എടുത്തത്. എന്നോട് നീ ചോദിച്ചു വ്രതം എടുക്കുന്ന കാര്യം? നമുക്ക് വേണ്ടിയല്ലേ? എടി, വ്രതം എടുക്കുന്ന ആ ഒരു കുറച്ച് സമയം നീ എൻ്റെ കൂടെ ഒന്നിരിക്കും, കൊച്ചാവും. അല്ലാതെ എൻ്റെ അച്ഛനും അമ്മയും അനിയനും പറയുന്ന കേട്ട് വ്രതം എടുക്കാൻ നിന്നാ ഒന്നും ആവത്തില്ല. നമുക്ക് നോക്കാം. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. എൻ്റെ പാതി എനിക്കിങ്ങ് തരുമോ? ദൈവത്തിന്റെ പാതി ഞാൻ കൊടുത്തു. എന്റെതെങ്കിലും പ്ലീസ്. വ്രതം എടുക്കുക. വ്രതം വന്ന് നിന്റെ കൂടെ കിടക്കുവോ? ഇല്ല, ചേട്ടനും കിടക്കത്തില്ല. ഞാനും കിടക്കത്തില്ല. എന്താടോ, നല്ല ആച്ചായില്ലയോ? എന്ത് രസമുണ്ട് പറയുന്ന കേൾക്കാന്. മോക്കേ, വ്രതം എടുത്ത് കൊച്ചുണ്ടാവുമ്പോഴേ ബർത്ത് സർട്ടിഫിക്കറ്റ് അച്ഛന്റെ സ്ഥാനത്ത് വ്രതം എന്ന് കൊടുത്താൽ മതി കേട്ടോ. ചേട്ടാ, പിന്നെ ചേട്ടാ, നാളെ എൻ്റെ കൂടെ അമ്പലത്തിൽ പോകാൻ വരുമോ? നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് പോയി. ചുമ്മാ ഒരു അന്ധവിശ്വാസം. എന്തു വരുന്നടാ ഇത്ര സന്ധ്യ സമയത്ത് കിടന്ന് ബഹളം? നീ ആ കൊച്ചിനെ കൊല്ലുവോ? കല്യാണം കഴിച്ചോണ്ട് അവളെ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടെ വന്ന എൻ്റെ അച്ഛനും അമ്മയും അനിയനും കൂടെ അവളെ ഒരു അന്ധവിശ്വാസിയാക്കി മാറ്റി. അവൾക്ക് വ്രതം എടുക്കണമെന്നിപ്പോ. മോനെ, വിശ്വാസമൊക്കെ നല്ലതാണ്. നീ ഒരു കാര്യം ചെയ്യും. ഈ ത്രിസന്ധ്യ സമയത്ത് ഇങ്ങനെ ബഹളം ഉണ്ടായി കഴിഞ്ഞാൽ മൂദേവി കയറും. അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് മിണ്ടാതിരുന്നാൽ മതി. ഇവിടെ 2 ദേവിമാരുണ്ടല്ലോ, ഇനി എന്തിനാ മൂന്നാമതൊരു ദേവി? തൊട്ട് പോയേക്കരുത് എൻ്റെ ദേഹത്ത്. എന്തുവാടാ നിനക്ക്? നിന്റെ ഈ നിന്ന കാരണം നിനക്ക് കൊച്ചുങ്ങൾ ഉണ്ടാവാത്തത്. നിൽക്കുന്നില്ല, ഇരിക്കാം. ഉണ്ടാവുമോ? എടാ മോനെ, ദൈവഭക്തി എന്ന് പറയുന്നത് ചുമ്മാതല്ല. അന്ധവിശ്വാസം ഒന്നും ഇവിടെ ആർക്കുമില്ല. ദൈവഭക്തി നമ്മുടെ മനസ്സിലുണ്ടാവണമെങ്കിൽ നമുക്കൊരു ജപം വേണം, മന്ത്രം വേണം, ഒരു സാധന വേണം. അതറിയോ? എടാ, നീ എന്താടാ നന്നാവാത്തത്? മക്കളത് വിട്. നാളെ നമുക്ക് എല്ലാവർക്കും കൂടെ കുടുംബക്ഷേത്രത്തിലൊന്ന് പോകണം. നാളെ അച്ഛൻ്റെ വക 101 ശയന പ്രദക്ഷിണമുണ്ട്. അതെൻ്റെ മക്കളൂടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് സമാധാനം, ഈ വീട്ടുകാർക്ക് സമാധാനം. അമ്മേ, എനിക്കൊരു അനിയനുണ്ടായിരുന്നു. അംബാസഡർ കാർ പോലിരുന്ന അവന്റെ കുണ്ടി ഉരുണ്ടുരുണ്ട് സെന്ന് കാറിന്റെ ഡിക്കി പോലായി. അറിയാവോ? കൊള്ളാം. അവന്റെ കുണ്ടി ഇച്ചിരി തേഞ്ഞാലെന്താ? അവനെ ഡിഗ്രിക്കാരൻ, ഫസ്റ്റ് ക്ലാസ് വിത്ത് ടെക്നീഷ്യനാ. ഹിറ്റിഞ്ചനാന്ന്. അവന് മാർക്കുണ്ടെന്ന് നല്ല ഡിസ്റ്റിൻഷൻ. അത് തന്നെ. പറയാനറിയത്തില്ല. എന്റെ കുഞ്ഞു വാ, നാളെ ഒരു അർച്ചനയും കാര്യങ്ങളും ഉണ്ട് മോന് കുഞ്ഞുണ്ടാവാൻ വേണ്ടി. നാളെ രാവിലെ ഞാനും അവളുവേ പോയൊരു ഡോക്ടറെ കണ്ടോളാം. ആശുപത്രി പോയി കൊച്ചുങ്ങളെ ഉണ്ടായിക്കോളാം. അമ്പലത്തിൽ വരുന്നില്ല. ആശുപത്രിയിലോ? മരുന്നൊക്കെ കുത്തിവെക്കാനോ? ചേട്ടാ, കണ്ടിട്ട് എവിടെ പോകാൻ തോന്നുന്നു അച്ഛന്? പുറത്തോട്ട് പോകാന്ന് മനസ്സിലായി രണ്ടുപേരും. അതെവിടാന്നാ ഞാൻ ചോദിച്ചത്. ഞങ്ങൾ ആശുപത്രി വരെ ഒന്ന് പോവാം. ആശുപത്രിയിലോ? എന്തിന്? എന്തിനാ? സാധാരണ ആശുപത്രി എന്തിനാ പോകുന്നത്? സാധാരണ നമ്മുടെ വീട്ടിൽ നിന്ന് ആശുപത്രി പോകുന്നത് പനിക്കും മരുന്ന് മേടിക്കാനൊക്കെയാണ് പോകുന്നത്. ഇപ്പം എന്തിനാ പോകുന്നത്? ഞങ്ങളുടെ ബ്ലഡും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ നോക്കാൻ വേണ്ടി പോവാം. കൊച്ചേ, നിനക്കറിയത്തില്ലയോ നിനക്ക് ഈ അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കണമെന്നൊക്കെ? നീ ഇപ്പം ആശുപത്രിയിലോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? ഞാൻ പറഞ്ഞ അമ്മേ, കേൾക്കണ്ടേ? നീ എന്തോ ഈ ഉദ്ദേശം? നിന്റെ ഉദ്ദേശം എന്തുവാ? നീ എപ്പോഴെപ്പോഴും ആശുപത്രിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഭക്തി വേണ്ടായോ? ഇതല്ലാവേ ഈ മനുഷ്യനെ ഉൾപ്പെടെ ദൈവമാ ഉണ്ടാക്കിയത്. ജീവൻ കൊണ്ടുവന്നതേ ദൈവം. അത് നീ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് അമ്പലത്തിൽ പോകാൻ പറയുന്നത്. എനിക്ക് നിങ്ങളുടെ ദൈവത്തെ വിശ്വാസമില്ല അമ്മേ. ആദ്യമായിട്ട് ജീവന്റെ അണു കണ്ട എവിടാന്ന് നിങ്ങൾക്കറിയോ? എവിടാ? നമ്മുടെ വയറ്റിലായിരിക്കും. വെള്ളത്തില്.
ആ അതുകൊണ്ടാണ് ഈ ഹെൽത്ത് സെൻ്ററിൽ നമ്മുടെ വീഡിയോകൾ തോറും കയറി പറയുന്നത് ചിരട്ടയും ബക്കറ്റൊക്കെ കമത്തി വെക്കണം, വെള്ളം കെട്ടി കിടക്കായിരിക്കും. ആ അണു വളർന്നിട്ട് നമ്മളെ കുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അണുക്കൾ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നീ വേണം ആശുപത്രി പൊക്കും. എടാ വിശ്വാസം വേണം, ദൈവവിശ്വാസം. നീ ജനിച്ചിട്ട് ഇന്ന വരെ നീ അമ്പലത്തിൽ കയറിയിട്ടുണ്ടോ? നീ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടോ? അത് പോട്ടെ ചേട്ടാ, ഇവൻ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഈ വീട് പോട്ടെ, വീട് ദൈവത്തെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉണ്ടാക്കിയത്, ഇത് പോട്ടെ എന്ന് വെക്കാം. ഈ ഭൂമി എങ്ങനെയാടാ ഉണ്ടായത്? അതും ദൈവം കൊണ്ടുവന്നതല്ലയോ, ദൈവം സൃഷ്ടിച്ചതല്ലയോ? നന്ദി വേണം ഇവിടെ കൊച്ചേ, നന്ദി. അപ്പൊ ബിഗ് ബാങ് തിയറിയോ, ഡാർവിന്റെ പരിണാമം എന്തോന്ന് അറിയോ? പൃഥ്വിരാജ് ആദ്യം നായകനും പിന്നീട് വില്ലനും, ചെമ്പൻ വിനോദ് പിന്നീട് നായകനുമായ ഒരു ഇതാണ് ഈ ഡാർവിന്റെ പരിണാമം. ആര് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ വായുപുത്രന്റെ സൂമാന്റെ പുത്രൻ ഒക്കെയിലുള്ളവൻ, രണ്ടാമത്തെ. പുതിയ ദൈവമാണോ? പുതിയത് പഴയ പണ്ട് തൊട്ടുള്ള ദൈവം ലൂസിഫർ ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. പൊട്ടത്തരം പറയാ, സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കുക, അല്ലാതെ ഈ അന്ധവിശ്വാസം കൊണ്ട് നടക്കാതിരി. എടാ നിനക്ക് എന്തുവാടാ, നിനക്ക് എന്തോ? നീ ആ ഇളയ ചെറുക്കനെയും കൂടെ വഴി പഠിപ്പിക്കുമല്ലോ. നീ ഇങ്ങനെ പറഞ്ഞു ചെറുക്കനെ ഇവന്റെ അടുത്തൊന്നും വിടണ്ട. എടാ കല്യാണം കഴിഞ്ഞ് 3-ാം മാസം തൊട്ട് അമ്പലം കയറി ഇറങ്ങാൻ തുടങ്ങിയാൽ അങ്ങനെ അറിയാമോ? നീയും അവനും ഉണ്ടായത് അങ്ങനെയൊക്കെ തന്നെ. ആ ചെറുക്കനെ കണ്ടു പഠിക്കണം. നീ നിനക്കൊരു കുഞ്ഞുകാലം ഉണ്ടാവാൻ വേണ്ടി ലോകം മൊത്തം അമ്പലങ്ങൾ കയറി നിരങ്ങും അവൻ. അച്ഛാ, അമ്മേ. മക്കളെ, എന്റെ കുഞ്ഞ് ക്ഷീണിച്ചുവല്ലോ, കഞ്ഞി എടുക്കട്ടെ? ആ നല്ലതാ അമ്മേ. രാവിലെ തൊട്ട് തെണ്ടി തിരിഞ്ഞ് അമ്പലങ്ങളെല്ലാം കയറി ഇറങ്ങി വരുമ്പോൾ കഴിക്കാൻ പറ്റിയ ആഹാരം കഞ്ഞി. വാവും. എടാ ഇന്ന് ഒരിക്കലാടാ ഇവിടെ. ഓ അല്ലാത്തപ്പോ എല്ലാം വേറെ ഇടിയപ്പോ. ഇതെന്തോ ഇത് മുഖത്ത് സൺസ്ക്രീനോ? അയ്യോ അല്ല, രാവിലെ തൊട്ട് അമ്പലങ്ങളെല്ലാം കയറി ഇറങ്ങി നടക്കുമല്ലേ, എല്ലായിടത്തും ചന്ദനം തൊട്ട് തീരാറായി ഇവിടം വരെ ആയതാ. ശംഖൊക്കെ കയ്യില്. ആ ഇത് ഞാൻ അമ്പലങ്ങളെല്ലാം കയറി ഇറങ്ങി തൊഴുത് ലാസ്റ്റ് ചെന്നത് നാഗസൈരേന്ദ്ര ചേച്ചിയുടെ വീട്ടിലാണ്. അവിടെ പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു, സങ്കടമൊക്കെ പറയാം. ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം ചേച്ചി എടുത്ത് പറഞ്ഞു. അച്ഛനും അമ്മയൊക്കെ കൊടുക്കാത്ത ഭക്തിയാണെന്നും ചേച്ചി കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് എല്ലാ ദിവസവും വ്രതമാണെന്നും ചേട്ടൻ ഒരിക്കലും വ്രതം എടുക്കത്തില്ലെന്നും. അന്നേരം ചേച്ചി ശങ്കടത്തിൻ്റെ കൈ വെച്ച് തന്നിട്ട് പറയുക, ചേട്ടനെ കൊടുത്തിട്ട് പറയണം നീട്ടി ഊതിക്കോളാൻ. ആ അതെന്തായാലും കാര്യമായി. എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ അനിയനും ഇല്ലാത്ത ബോധം, പോട്ടെ എൻ്റെ പെണ്ണും പിള്ളയ്ക്കും ഇല്ലാത്ത ബോധം അവർക്കുണ്ട്. ആ എന്തുവാടാ ഈ പറയുന്നേ? എന്താ അമ്മേ, ഉള്ള കാര്യമല്ലേ അവർ പറഞ്ഞത്? അവർക്കറിയാം കാര്യം എന്തുവാന്ന്. നീ ഒരു പാടി, നമുക്ക് ആശുപത്രി പോവാം. മക്കൾ ഇങ്ങോട്ട് മക്കളെ, പൂജാമുറി വല്ലതും കൊണ്ടുവെക്കട്ടെ. അത് എങ്ങനെയുണ്ടായിരുന്നു മക്കളെ യാത്രയൊക്കെ? എല്ലായിടത്തും പോയി തൊഴുത് പ്രാർത്ഥിച്ചു. പിന്നെ അമ്പലത്തിലെല്ലാം കയറിയിട്ട് വരുന്ന വഴിക്ക് ഞാൻ മലമ്പുഴ കണ്ണനെ കയറി കണ്ടു. എന്ത് മക്കളെ, ആനയാണോ? ആനയല്ലമ്മേ, ജോത്സ്യരാ. ജോത്സ്യരോ? കേട്ടിട്ടില്ലല്ലോ. ഏത് ജോത്സ്യര്? ഭയങ്കര പ്രശസ്തനായ മലമ്പുഴ കണ്ണൻ. പുള്ളിക്കാരൻ്റെ അടുത്ത് ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു. ചേച്ചിയുടെയും ചേട്ടൻ്റെയും നാളും ജനസമയമൊക്കെ കൊടുത്തു. അപ്പം ചേട്ടൻ്റെ നാളും ജനസമയം നോക്കിയിട്ട് പുള്ളിക്കാരൻ പറഞ്ഞത് ചേട്ടന് ദൈവസാന്നിധ്യം ഇല്ല. ഉള്ള ദൈവത്തെ മൊത്തം നിന്നിച്ച് സയൻസിന് പിടിച്ചോണ്ട് നടക്കൂല്ലോ അവന്. പിന്നെ എങ്ങനെ സാന്നിധ്യം ഉണ്ടാവും? പക്ഷെ വേറൊരു ഗുണമുണ്ട്, ഏതൊരു ദൈവത്തിന്റെ താങ്ങ് ചേട്ടൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. അതാ ചേട്ടൻ ഇങ്ങനെ വീടാതെ താങ്ങി നിർത്തിയേക്കുന്നത്. അതിന് ഏത് ദൈവമാ മക്കളെ? ഏത് ദൈവമാണെന്നും പുള്ളിക്കാരൻ നോക്കിയിട്ട് കാണാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ശക്തിപ്പെടണമെങ്കിൽ ചേട്ടനും തിരിച്ച് ആരാധിക്കണം, എന്നാലേ അത് ശക്തിപ്പെടും. കൊള്ളാം. ഇവിടെ നമ്മൾ പറയുന്നതിനെ പോലും വിശ്വാസമില്ല, അപ്പോഴറിയാത്ത ദൈവത്തെ. ഇതൊക്കെ നടക്കൂ? ഇത്രയും നാൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? എന്തായാലും ദൈവത്തിന് ഇറങ്ങി വന്നെന്ന് പറഞ്ഞു തരാൻ പറ്റത്തില്ലല്ലോ. ഇത് നമുക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെയെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. പിന്നെ ഇങ്ങനെ കിടന്നാ പറ്റത്തില്ല. ആറ്റിപ്പോയി മുങ്ങി കുളിച്ചിട്ട് വാ. മറ്റന്നാളേ നമുക്ക് പൂജയും കാര്യങ്ങളും ഉള്ളതാ. ചെവിക്കകത്ത് കമ്പി കയറ്റാനുള്ളതാ. അവന് കൊച്ചുങ്ങളുണ്ടാവാൻ. എന്തോ മനുഷ്യ ഒന്നും അറിയാത്ത പോലെ. അവന് വേണ്ടി നമ്മളല്ലേ ഇതൊക്കെ ചെയ്യാനുള്ളൂ. അവനോ വിശ്വാസമില്ല. ആ പെണ്ണിന്റെ കണ്ണീര് കാണാൻ എനിക്ക് വയ്യ. അതാ. ഇവളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും പറ്റില്ല, എൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും പറ്റില്ല. എൻ്റെ തുളയ്ക്കത്തി കമ്പി കയറും. എന്നിട്ടാ ഇവിടെ നിന്ന് മാല എന്ത് ചെയ്യണ്ടേ? ഞാൻ കണ്ടില്ല. ഞാൻ ഇവിടെ വെച്ചിരുന്ന മാലയാന്ന്. ഞാൻ കണ്ടില്ല ഏട്ടാ. പിന്നെ ഇത് എങ്ങോട്ട് പോയി? അകത്തുമല്ല ഒരു വെച്ച് കാണും. ഇല്ല, ഞാൻ ഇവിടെ വെച്ചിരുന്നത്. ഞാനങ്ങ് എടുത്ത്. ഞാൻ എടുത്തില്ല ഏട്ടാ, കണ്ടില്ല. താഴെ പോയി നോക്ക്. ടീഷർട്ട് ഇങ്ങനെ വന്നേ. അയ്യോ ചേട്ടാ, വേദനയുണ്ടോ? ഒരു കമ്പി വഴിപ്പിച്ചിട്ട് ചെവിയിലോട്ട് കയറ്റി നോക്കി, അപ്പോൾ അറിയാം വേദന എന്നോ സുഖം വന്നു. ചേട്ടാ വിഷമിക്കണ്ട. ചെവിയുടെ കാര്യമൊക്കെ ദൈവം നോക്കിക്കോളും. ദൈവം എൻ്റെ ചെവി തുളവായിക്കൊണ്ടിരിക്കാൻ. നിങ്ങൾ എന്തോ ചെറുക്കൻ്റെ കൂട്ട് സംസാരിക്കുന്നത്? അവന്റെ ബാധ വല്ലതും കയറിയോ നിങ്ങൾക്ക്? വലിയൊരു വേദന വരുമ്പോൾ ഞാൻ
ചെറുക്കൻ്റെ വീട്ടിലോ അപ്പോൾ ഞാൻ ആ പിന്നെ വേദന വരുമ്പോൾ പിന്നെ ഒരു തൂക്കമുണ്ട് എവിടെ മലയിലമ്പലത്തിൽ. ഒരു കാര്യം ചെയ്യ്, എൻ്റെ ഇളയ മോനെ ഇല്ലേ അവൻ്റെ ഉണ്ട് തൂക്കി ഏകദേശം തൂക്കാറായിരിക്കും അത്. അയാളെ വയസ്സാങ്കാലത്ത് ഞാൻ എൻ്റെ കൊണ്ട് തൂക്കാടാ, എൻ്റെ കൂടെ കുറേ ഉള്ളൂ. അതെ, എൻ്റെ മാല കണ്ടായിരുന്നു റൂമിലിരുന്നേ. നിന്റെ മാലയും കൊലയൊന്നും ഇവിടെ ആരും കണ്ടില്ല, ഇവരോട് ചോദിച്ചില്ലേ. അമ്മ ഉണ്ടോ അമ്മേ? എടാ നീ കണ്ടോടാ? അയ്യോ എൻ്റെ പൊന്നേട്ടാ, ഈ മോഷണവും കളവും പിടിച്ചോറിയൊക്കെ ദൈവത്തിനെതിരാ, ഞാൻ ചെയ്യത്തില്ല ഒന്നും, സത്യം ചെയ്തില്ല. റൂമിൽ ഇരുന്ന മാല കാണുന്നില്ല. നിന്റെ മാല എവിടെ കളഞ്ഞു പോയത്? ഞാൻ മാല അവിടെ ഊരി വെച്ചിട്ട് ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി ബാത്റൂമിൽ കയറിയിട്ട് തിരിച്ചൊന്ന് മാല എടുത്തിടാൻ നോക്കിയപ്പോൾ മാല കാണുന്നില്ല. എല്ലാം നീ ഊരി കാണത്തില്ല, കുനിഞ്ഞപ്പോൾ കഴുത്തേ കൂടി ഊരി താഴെ പോയി കാണും. ക്ലോസറ്റ് കൈയിട്ട് നോക്കിയാൽ അതിനകത്ത് കാണും. എൻ്റെ അച്ഛൻ ഞാൻ ഊരി വെച്ചയാണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മക്കളെ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഇഷ്ടപ്പെടത്തില്ലെന്നറിയാം, നിനക്ക് വിശ്വാസമില്ലെന്നറിയാം. ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ കാണാതെ പോകുമ്പോൾ ഞങ്ങൾ ദൈവത്തെ മനസ്സിൽ വിളിച്ചങ്ങ് പ്രാർത്ഥിക്കും. അപ്പം മുന്നിൽ ദൈവം കൊണ്ട് സാധനം ഇടും. നിനക്കത് വിശ്വാസം ഉണ്ടേ ഇല്ലെന്ന് എനിക്കറിയാം, നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. തൽക്കാലം ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഞാനൊന്ന് ഓർത്തെടുത്തോട്ടെ, ചിലപ്പോൾ എൻ്റെ കുഴപ്പമാണെങ്കിൽ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. എടാ ഓർത്തെടുക്കാൻ കഴിയണേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കടാ. ഇല്ല ഇല്ല ഇല്ല, ഇനി എന്തോ ആയാലും പ്രാർത്ഥിക്കുന്നില്ല. ദൈവം എന്തോ അമ്മേ, ദൈവം എന്തോ ബ്രോക്കർ വല്ലോ വന്നു. അവളും പറയുന്നത് കേട്ടില്ലേ, പ്രാർത്ഥിക്കും മോനെ ഒന്ന്. നീ കണ്ണടച്ചാൽ മതി, ഞാൻ പ്രാർത്ഥിക്കാം. കുഞ്ഞു വിട്ടോട്ട് ഇരുന്നേ അവിടെ ഒന്ന് ഇരിയടാ. ശരി ഇരിക്കും. എനിക്കിതൊന്നും ഇഷ്ടമല്ല കേട്ടോ. നിങ്ങളുടെ പറ എന്തുവാ? കണ്ണടയ്ക്ക്. ഞങ്ങളെല്ലാവരും കണ്ണടച്ചേ. എൻ്റെ ഭഗവാനെ, എൻ്റെ കുഞ്ഞിന് തീരെ ഒരു കാര്യത്തിലും വിശ്വാസമില്ല. എൻ്റെ കുഞ്ഞിനെ പ്രാർത്ഥിക്കണമേ, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമേ. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിന് കളഞ്ഞുപോയ മാല എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടണമേ. കഴിഞ്ഞു. ഇനി എപ്പോഴെങ്കിലും കുഞ്ഞിന് കിട്ടും. കഴിഞ്ഞോ? അമ്മ അപ്പോഴേ പറഞ്ഞില്ലേ കിട്ടുമെന്ന്. കണ്ടോ, ശക്തി കണ്ടോ? ഇനിയെങ്കിലും ഒന്ന് വിശ്വസിക്കും മോനെ. നീ ഏത് ശക്തിയാ വിളിക്കുന്നതെന്ന് വെച്ചാൽ ആ ശക്തിയെ വിളിച്ച് നീ ഒന്ന് പ്രാർത്ഥിക്ക്, നീ വിശ്വസിക്ക്. ഏറ്റവും കൊണ്ടൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? എല്ലാം ഉണ്ടോ? അവന് ദൈവവിശ്വാസം വരുമോ എന്തോ? വരും, ഉറപ്പാന്നേ വരുമായിരിക്കും. പിന്നെ മോളെ, ഞാനും കൊച്ചിറക്കനും കൂടെ ഒരു സംഭവം ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മോളെ, ഞാൻ പറയുന്നത് പോലെ അങ്ങ് നിന്നാൽ മതി. ഞാൻ പറയുന്നതിനല്ല എതിർത്ത് സംസാരിച്ചു. അത് ഞാൻ ഏറ്റു. അല്ലേ, ഒരു പെങ്കൊച്ചിനെ ഇങ്ങോട്ട് കെട്ടിച്ചോണ്ട് വന്നെന്ന് വെച്ചിട്ട് പെങ്കൊച്ചിനെ തോന്നിയതുപോലെ കാണിക്കാനാണോ ഈ വീട്? എന്റെ പൊന്നമ്മ, എനിക്ക് വ്രതമല്ലായിരുന്നോ, അതുകൊണ്ടല്ലേ ജോലിയൊക്കെ ചെയ്യാൻ ഇച്ചിരി മടി. പിന്നെ മടി, എന്തോ മടി. മനുഷ്യനായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്പമെങ്കിലും ഉളുപ്പ് വേണം. ഈ വെക്കുന്നത് മൊത്തം തിന്നോണ്ടിരുന്ന് കഴിഞ്ഞാലേ ശരിയാവത്തില്ല. പാത്രം അങ്ങോട്ട് കഴുകി വെക്കാൻ പറഞ്ഞാൽ നിനക്ക് എന്താ കൊച്ചെ ഇത്ര സോക്കേടാൻ? എന്റെ അമ്മ, ആ വലിയ പാത്രമൊക്കെ ഞാനല്ലേ കഴുകി വെച്ചേ. അപ്പൊ ഈ വീട്ടിൽ കണക്ക് പറയാറായോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വെക്കുന്നതിന്റെ കുടിക്കുന്നതിന്റെ തിന്നുന്നതിന്റെ എല്ലാം കണക്ക് പറയണമല്ലോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ ജോലി ചെയ്യാതെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ചുമ്മാ നിൽക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ പറഞ്ഞേക്കാം. എന്തുകൂടെ ഒന്നും മിണ്ടായിരുന്നേ? നിന്റെ ഭാര്യയോട് അടങ്ങിയിരിക്കാൻ പറ. ചേട്ടാ, ഇത് ഇന്ന് തുടങ്ങിയതല്ല ചേട്ടാ, ഇന്നലെ തൊട്ട് മൊത്തം പ്രശ്നങ്ങളാണ് ഇവിടെ. ഇന്നലെ മുതൽ ഇച്ചിരി പ്രശ്നം തന്നെയാ. മനുഷ്യന് സമാധാനം തരാത്ത മരുമോള് വീട്ടിലുണ്ടെങ്കിൽ പിന്നെ പ്രശ്നം ഉണ്ടാവാതിരിക്കൂ. ആർക്കാ പ്രശ്നമൊന്നുമില്ല, ഇവിടെ എല്ലാവർക്കും അറിയാം. ഇവിടെ എല്ലാവർക്കും എനിക്കും അറിയാം. കൂടുതൽ എന്റെ കൈ വരുത്ത് വരുന്നുണ്ട് കേട്ടോ. ചേട്ടാ, ഒരു കാര്യം ഞാൻ പറയാം, ഇത് എങ്ങനെയും ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ നാട്ടറിഞ്ഞ നാണക്കേടാ. അതുപോലെ വീട്ടിലെ സമാധാനം സുസ്ഥമായി മൊത്തം പോകും. എന്തിനും ചെയ്യ്. ഞാനിപ്പോ എന്തോ ചെയ്യാനാടാ? എന്ത് ചെയ്യാനെന്ന് പറഞ്ഞാൽ ചേട്ടന്റെ ഈ വിശ്വാസം ഇല്ലായ്മ കൊണ്ടാ ഈ മൊത്തം പ്രശ്നം ഈ വീട്ടുണ്ടാവുന്നേ. ഒന്ന് പ്രാർത്ഥിക്കും നിങ്ങൾ ദൈവത്തോടെ. എനിക്ക് സ്വഭാവമായി, എന്റെ സ്വഭാവം മാറുന്നുണ്ടോ കേട്ടോ. എന്റെ കൈ നിന്നെക്കാളും പ്രായം കൂടുതലുണ്ട് എനിക്ക്. തള്ളേ, ചുമ്മാ എന്നെ തൊള്ളേന്ന് വിളിച്ചോണ്ടല്ലോ. ഇനി ഞാൻ നിങ്ങളെ വിളിക്കും. തള്ളേ തള്ളേ തള്ളേ. ചേട്ടാ കണ്ടോ, ഞാൻ പ്രാർത്ഥിച്ചോളാം. ദൈവങ്ങളെ, എന്റെ അമ്മയും ചേട്ടത്തിയായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും വീട്ടിൽ നിന്ന് മാറ്റി തന്നെ ഏതെങ്കിലും അമ്പലത്തിൽ എന്തെങ്കിലുമൊക്കെ വന്ന് ചെയ്തോളാവേ. മോളെ, അമ്മേ, അയ്യോ കുഞ്ഞുമോളെ, അമ്മയോടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞേ. ഞാൻ എന്താ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. എന്തോ ഒരു ശക്തി ഉള്ളിന്ന് വന്ന് എന്റെ തലയിൽ എന്തോ മന്ത്രിച്ചതുപോലെ. എനിക്ക് അമ്മയോട് ഭയങ്കര സ്നേഹം. അയ്യോ എന്റെ പൊന്നുമോളെ, ഞങ്ങൾ ഒന്നിച്ച് പോയി ജോലി ചെയ്യട്ടെ. എന്റെ പൊന്നുമോളെ, ദൈവത്തിന്റെ ഓരോ പുണ്യമേ. കാണാൻ തന്നെ നോക്കുന്നൊരു ഭംഗി. ഞാൻ പറഞ്ഞു കേട്ടോ, പ്രാർത്ഥിക്ക്, ദൈവത്തെ പ്രാർത്ഥിക്ക്. പറയാനാണ് എന്തുവാ?
ഞാൻ 4 ലോഡ് പാറ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാൽ സൈറ്റിലേക്ക്. അവന്മാരവിടെ നിന്ന് 3 ലോഡ് പുറപ്പെട്ട്, പക്ഷേ സാധനം വിളിച്ചിട്ട് അവന്മാർ ഫോൺ എടുക്കുന്നില്ല. അവർ ചിലപ്പം റേഞ്ച് ഇല്ലാത്തടത്തോളം നിൽക്കുമായിരിക്കും. അല്ല ഇപ്പോൾ സൈറ്റിൽ അത്യാവശ്യമായിട്ടും വേണ്ടയാ. ഓണറാന്നേ കിടന്ന് എന്നെ ചീത്ത വിളിച്ചോണ്ടിരിക്കുവോ. നീ ഒന്നുകൂടെ വിളിച്ചു നോക്കി. ഇല്ല, അവന്മാർ പരിധിക്ക് പുറത്താണെന്നാണ് പറയുന്നത്. അതോ ശരിടാ, നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് നോക്കിയാലോ. ചുമ്മാ പോച്ചാന്ന്. നീ കണ്ണം നിറച്ചേ, കണ്ണടയ്ക്കേ. എൻ്റെ പൊന്നു ദൈവങ്ങളെ, എൻ്റെ ചെറുക്കൻ്റെ സൈറ്റിലേക്ക് ആ 3 ലോഡ് പാറ ഒരു കുഴപ്പവും കൂടാതെ എത്തിച്ചു കൊടുക്കണമേ. ഈശ്വരന്മാരെ, എൻ്റെ ചെറുക്കൻ്റെ പണി പോകുന്ന കേസാണേ. അനീഷേട്ടാ വണ്ടി എടുത്തോ? ഓക്കെ. ഹലോ എടാ, എവിടെയാടാ? സൈറ്റിലെത്തിയോ നീക്ക്? ശരി ശരി, ഞാനിപ്പോൾ ഇറങ്ങാം, ഇപ്പം എത്താം. ആ അച്ഛാ വന്നെന്ന്. വന്നോ? ഇപ്പോൾ മനസ്സിലായോ പ്രാർത്ഥിക്കുന്നതിന് ഗുണം തോന്നുന്നു? ഇപ്പോൾ മനസ്സിലായോ? അല്ല, ഞാൻ അതാ പറഞ്ഞത്, ഈശ്വര വിശ്വാസം വേണം. തൂണിലും തുരുമ്പിലും എന്തരിന് പാറയിൽ വരെ ദൈവമുണ്ട്. മനസ്സിലായല്ലോ? ചെല്ലേ. ദൈവമേ. സുന്ദരധര പിനാക ധര ഹര സുന്ദരധര പിനാക ധര ഹര ഗംഗാധര ഗജ ചാർമോഭരധര ഗംഗാധര ഗജ ചാർമോഭരധര ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമഃ. അമ്മേ, മോനെ കഴിക്കാൻ എടുക്കട്ടെ. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ സുന്ദരധര പിനാക ധര ഹര സുന്ദരധര പിനാക ധര ഹര ഗംഗാധര ഗജ ചാർമോഭരധര ഗംഗാധര ഗജ ചാർമോഭരധര. എൻ്റെ മോനെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മോൻ തന്നെ ആണോ ഇതെന്ന്. സന്തോഷമായി മക്കളെ, സന്തോഷമായി. അമ്മേ, അതൊക്കെ കഴിഞ്ഞ കാലം. ഇനി അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. ഇപ്പം കഴിക്കാൻ എന്തുകൊണ്ട്? കഴിക്കാൻ ഇടിയപ്പവും മീൻകറി. മീൻകറി? ആ, അപ്പോൾ ഇന്നു മുതൽ നമ്മുടെ വീട്ടിൽ മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കുന്നില്ല. മോനെ മീനടാ. അതാ ഞാൻ ആദ്യം പറഞ്ഞ മത്സ്യം, അത് നമ്മളിനി ഉപയോഗിക്കുന്നില്ല, ഒന്നും ഉപയോഗിക്കുന്നില്ല. പിതാശ്രീ, മാതാശ്രീ, ഓ അനുജ, ഭവതി, അവധിയോ? ഭവതിയോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ തമ്മിൽ ഇനി ഒരുമിച്ച് കിടക്കുന്നേയില്ല. എന്തേട്ടാ? ഞാൻ വ്രതത്തിലാണ്. അയ്യോ, എന്റെ വ്രതം കഴിഞ്ഞു. എൻ്റെ വ്രതം ആരംഭിച്ചു. ഇനി മുതൽ ഞാൻ പിതാശ്രീയുടെ കൂടാണ് ശയിക്കുന്നത്. അപ്പൊ കുഞ്ഞിക്കാല്? പിതാശ്രീയുടെ 2 പെരുത്ത കാലുണ്ടല്ലോ, തൽക്കാലം മാതാശ്രീ അതൊന്നും ദർശിക്കാം. ആഞ്ജനേയാ. ആ ആഞ്ജനേയ സ്വാമി, ഞാൻ 2 ദിവസം മുമ്പ് ആ ജോത്സ്യനെ കണ്ടപ്പോൾ ജോത്സ്യൻ പറഞ്ഞു ഹനുമാൻ സാഹിബിയുടെ ഭക്തനാ ചേട്ടനെന്ന്. എടാ, നീ എന്റെ ചേട്ടനെ ബ്രഹ്മചാരിയൊക്കെ വേണ്ടിട്ടാണോ പ്രാർത്ഥിച്ചേ?